ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ശ്രീമൽദക്ഷിണാമൂർത്തേ നമഃ. ഓം ശ്രീലളിതാപരമേശ്വര്यै നമഃ. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, പൊന്നുഗുരുവായൂരപ്പാ ശരണം. ദിവ്യമായ കലിയുഗത്തിൽ മനുഷ്യ മനസ്സിനെ ഉയർത്തുവാൻ പുരാണ ശ്രവണാദികളിലൂടെ ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്തുവാൻ എല്ലാ ഭക്തന്മാരും പരിശ്രമിക്കണം എന്ന് ഭഗവാൻ പറയുകയാണ്. ഗീതയിൽ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉദ്ധരേത് ആത്മനാത്മാനം നാ ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധോ ആത്മൈവ രഘുരാത്മനഃ. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളോട് പറയുകയാണ്. അവനവനെ ഉയർത്തുവാൻ അവനവനെ കൊണ്ട് തന്നെ സാധിക്കും. ഒരിക്കലും നമ്മൾ നമ്മെ തന്നെ താഴേക്ക് താഴ്ത്തരുത്. അവനവൻ തന്നെയാണ് അവനവന് ശത്രുവും മിത്രവും എന്നിവിടെ ഓർമ്മിപ്പിക്കുക. മനസ്സിനെ ഉയർത്തുവാൻ കലിയുഗത്തിൽ എന്താണ് മാർഗം എന്നിവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സത്യത്തെ ധ്യാനിച്ചുകൊണ്ട് ആ വാസ്തവത്തെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഭാഗവത ശാസ്ത്രത്തെ പാരായണം ചെയ്യുകയും അതിനെ ശ്രവിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുക. ആ ഭാഗവത കഥാമൃത പാരായണ ശ്രവണം കൊണ്ട്, പാരായണം കൊണ്ട്, മനനം കൊണ്ട് പൊന്നു ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷവും അനുഗ്രഹവും ഓരോ ഭക്തരിലും ഉണ്ടാവും എന്നിവിടെ ഓർമ്മിപ്പിക്കും. അതിനുള്ള മാർഗമാണ് ഭാഗവത ശാസ്ത്ര പഠനം. ഭാഗവത മാഹാത്മ്യത്തിൽ ശൗനകാദൃശീശ്വരന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി സൂതമഹർഷി പറയുന്ന സന്ദർഭങ്ങൾ ധാരാളമായിട്ട് നമ്മൾ ഭാഗവത മാഹാത്മ്യത്തിലൂടെ കേൾക്കാറുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ ശൗനകാദികൾ ചോദിക്കുകയാണ്, സൂതമുനി, അറിവില്ലായ്മയുടെ അന്ധകാരം ബാധിച്ചിരിക്കുന്നു കലിയുഗത്തിലെല്ലാ ജനങ്ങളെയും. ആ അന്ധകാരത്തെ മോചിപ്പിക്കുവാനുള്ള സൂര്യനാണങ്ങ്. അങ്ങാരാ ജ്ഞാനസൂര്യനാണ്. ജ്ഞാനസൂര്യനായിരിക്കുന്ന സൂതമഹർഷി, ഞങ്ങളുടെ ഉള്ളിലെ അജ്ഞാനത്തെ മോചിപ്പിക്കുവാൻ അങ്ങ് ദിവ്യമായിട്ടുള്ള കഥകളെ, അതിൻ്റെ സാരാംശത്തെയും പറഞ്ഞു തരയണമേ എന്ന് ശൗനകാദികൾ ചോദിക്കുന്നു. അതിന് ദിവ്യനായിരിക്കുന്ന സൂതമഹർഷി മറുപടി പറയുകയാണ്. ശൗനകാദികൾ എന്താ ചോദിക്കാം? ഈ കലിയുഗത്തിലെ സങ്കടങ്ങളെ മോചിപ്പിക്കുവാനുള്ള അമൃതം, ഔഷധം എന്താണ്? ഭക്തി എന്താണ്? ജ്ഞാനം എന്താണ്? വൈരാഗ്യം എന്താണ്? ശ്രേയസ് എന്താണ്? ശ്രീകൃഷ്ണ പദപ്രാപ്തിക്ക് വേണ്ടതായിട്ടുള്ള ശാശ്വതമായ സാധനം എന്താണ്? ഇതൊക്കെ ഒന്ന് വർണ്ണിച്ചു നൽകണമേ. അതിന് ദിവ്യനായിരിക്കുന്ന സൂതമഹർഷി മറുപടി പറയുകയാണ്. കാലവ്യാളമുഖഗ്രാസത്രാസനിർണാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. കലിയുഗത്തിൽ കാലമാകുന്ന സർപ്പം എല്ലാ ജീവികളെയും തൻ്റെ ഉള്ളിലാക്കി ഇല്ലാതെയാക്കുന്നു. അതായത് കാലപ്രവാഹത്തിൽ സർവ്വതും ഇല്ലാതാക്കപ്പെടുന്നു. ഇത് നിശ്ചയമായും ദുഃഖത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഇതിൽ നിന്നും മോചനത്തിനു വേണ്ടിയാണ് ശ്രീ ശുകപരമഹർഷി ഭാഗവത ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുന്നത്. ആ ഭാഗവത ശാസ്ത്രത്തിന് മാത്രമേ കാലസർപ്പഗ്രസ്തമായിരിക്കുന്ന ജനങ്ങളെ ദുഃഖമോചനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനാകൂ. ഇപ്രകാരമുള്ള ആ ഭാഗവത ശാസ്ത്രം സർവവേദങ്ങളുടെയും സാരമാണ് എന്നിവിടെ വർണ്ണിച്ച് കേൾപ്പിക്കുക. ഭാഗവതം ശാസ്ത്രം ഒരു ശാസ്ത്രഗ്രന്ഥമാണ്.
ഒരു ശാസ്ത്രഗ്രന്ഥത്തിന് മാത്രമേ കലിയിലെ സങ്കടങ്ങളെ മോചിപ്പിക്കുവാൻ സാധിക്കൂ. അതിനെന്താ വേണ്ടത്? എല്ലാ ഭക്തരും ശ്രീമദ് ഭാഗവതം ആ കലിബാധ മോചിക്കുവാനായിട്ട് ആ ശാസ്ത്രഗ്രന്ഥമായിരിക്കുന്ന ഭാഗവതത്തെ ഉപാസിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേ ശ്യാം. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൊന്നു ഗുരുവായൂരപ്പ ശരണം.